ഹലോ നമസ്കാരം. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ശിവേട്ടൻ വക്കീലിനെ കാണാൻ പോയിരിക്കുക കേട്ടോ. അങ്ങനെ വക്കീൽ വന്നു. വക്കീലിനോട് ചോദിക്കുകയാണ് എന്താ ഇനി ചെയ്യുക, ഈ പ്രാവശ്യം എന്തായാലും ഹരീനെ ഇറക്കാൻ പറ്റൂലേന്ന്. അന്നേരം വക്കീൽ പറയുന്നുണ്ട് ഇറക്കാൻ പറ്റും, നമുക്ക് പോക്സോ കേസ് ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി, എന്നാൽ ഉറപ്പായിട്ട് നമുക്ക് ഹരിയെ ഇറക്കി തരാമെന്ന് പറയാണ്. എന്നിട്ട് പറയാണ് ഞാൻ വേഗം വീട്ടിലേക്ക് പോവാം, ഭാര്യ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, പെട്ടെന്ന് പോയേ പറ്റൂ അല്ലെങ്കിൽ പ്രശ്നമാവും എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട് പിന്നെന്തിനാ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഫോണിലൂടെ സംസാരിച്ചാൽ മതിയായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനു ശിവേട്ടനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞു വക്കീലിനെ കാണാൻ പോയിട്ട് എന്തായി എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട് അതിങ്ങനെയുണ്ട്, ജാമ്യം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മനു പറയുന്നുണ്ട് വലിയച്ഛൻ വിളിച്ചായിരുന്നില്ലേ, എന്താ എടുക്കാഞ്ഞേ ചോദിച്ചു. അന്നേരം ശിവേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഹരിയെ കാണാൻ പോയപ്പോൾ സൈലൻ്റ് ആക്കി വെച്ചതാണ്, പിന്നെ അതിലേ മറന്നുപോയി എന്ന് പറയാണ്. എന്നെ വലിയച്ഛൻ വിളിച്ചിട്ടുണ്ട്, വലിയച്ഛൻ ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പെട്ടെന്ന് ഇങ്ങോട്ട് വാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശിവേട്ടൻ പറയുന്നുണ്ട് നീ പെട്ടെന്ന് ഫോൺ വെച്ചോ, ഞാൻ വരുവാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗംഗാധരൻ മേനോൻ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തിയ ഉടനെ മനു ഓടിച്ചെന്ന് വലിച്ചാന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഗംഗാധരൻ മേനോൻ പറയുന്നുണ്ട് നീ എങ്ങനെയാടാ അറിഞ്ഞത് ഞാൻ ഇവിടെ എത്തിയെന്ന്. അന്നേരം മനു പറയുന്നുണ്ട് വലിയച്ഛൻ ഈ സഡൻ ആയിട്ടുള്ള വിസിറ്റ് എന്തിനായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാനിവിടെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയാണ്. അന്നേരം വലിയച്ഛൻ പറയുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയാണ്. അങ്ങനെ വലിയച്ഛൻ്റെ കയ്യിലുള്ള ബാഗ് മനു മേടിച്ചിട്ട് അകത്തേക്ക് പോവാട്ടോ. എന്നിട്ട് ഗംഗയുടെ ചോദിക്കുന്നുണ്ട് ശിവൻ്റെ വണ്ടി കാണുന്നില്ലല്ലോ, ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയുന്നുണ്ട് അച്ഛനിപ്പോൾ വരും, വലിയച്ഛൻ വാന്ന് പറഞ്ഞിട്ട് കയറി പോവാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് വൈജയന്തി ഇല്ലേ എവിടെ എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട് ഉണ്ട്, അകത്തുണ്ട്, റൂമിലാന്ന് തോന്നുന്നു എന്ന് പറയാണ്. കമലയോ അമ്മയെ അകത്തുണ്ട് എന്ന് പറയാണ്. വലിയച്ഛൻ എന്താ ഇത്ര പെട്ടെന്ന് യാത്ര പ്ലാൻ ചെയ്യുന്ന ഒരാളല്ലല്ലോ വലിയച്ഛൻ എന്ന് പറയാണ്. അന്നേരം ഗംഗാടൻ പറയുന്നുണ്ട് അതൊക്കെ പറയാം, കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. അങ്ങനെ കമലയുടെ ടീം മനുവും ഗംഗാടനും ഡൈനിങ് ടേബിളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് രഞ്ജിനി ചായ ആയിട്ട് വരുന്നുണ്ട്. അന്നേരം ഗംഗാട ചോദിക്കുന്നുണ്ട് നീ അടുക്കളയിലത്തെ ഭരണം ഏറ്റെടുത്തോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മനു പറയുന്നുണ്ട് ഏകദേശം എന്ന് പറയാണ്. അന്നേരം കമല അടുത്ത് പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല ഗംഗാട, എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാല് ദേഹം മുഴുവൻ വേദനയാണ്, അതുകൊണ്ട് രാവിലെ എണീക്കാനേ പറ്റുന്നില്ല എന്ന് പറയാണ്. അന്നേരം രഞ്ജിനി പറയുന്നുണ്ട് അത് ശരിയാ, പ്രത്യേകിച്ച് വൈജാൻറ്റി വന്നതിന് ശേഷം അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമെന്ന് പറയാണ്. കമല പറയുന്നുണ്ട് അത് ഇവർക്ക് അസൂയായിട്ട് പറയാമെന്ന് പറയുന്നത്. അന്നേരം രഞ്ജിനി പറയുന്നുണ്ട് വലിയച്ഛന് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മനുവേട്ടനോട് ചോദിച്ചു എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട് ഏകദേശം കറക്റ്റാണെന്ന് പറയാണ്. എന്നിട്ട് ഗംഗാടൻ ചോദിക്കുന്നുണ്ട് വൈജയനെ കണ്ടില്ലല്ലോ, ഞാൻ വരുന്നത് അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം രഞ്ജിനി പറയുന്നുണ്ട് ആൻറ്റി എന്തോ ഒഫീഷ്യൽ കോളാണ്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. എന്നിട്ട് പിന്നെ ഹരിയുടെ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തായി ഹരിയുടെ കാര്യം എന്ന് പറയണം. അന്നേരം കമല പറയുന്നുണ്ട് ഹരിയുടെ കാര്യത്തിന് ഇവിടെ ആർക്കും നടക്കാനും വയ്യ, അവൻ്റെ കാര്യം അന്വേഷിക്കാൻ ആർക്കും ഇവിടെ വയ്യ എന്ന് പറയാണ്. അന്നേരം ഗംഗാടൻ മനുവിനോട് ചോദിക്കുന്നുണ്ട് അതെന്താടാ ഇവിടെ അങ്ങനെ പറയുന്നതെന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട് അതെല്ലാം ചുമ്മാ പറയുന്നതാ വല്യച്ഛന, ഞങ്ങൾ എത്ര പ്രാവശ്യം ജയിലിലോട്ട് പോയി, അന്നേരം വരുന്നത് കൂടെ ചോദിച്ചു, അന്നേരം വരുന്നില്ല എന്നാണ് പറയുന്നത്, പിന്നെ ഞങ്ങളെന്ത് ചെയ്യാനാ, ചുമ്മാ ഇങ്ങനെ പറയുന്ന അമ്മ എന്ന് പറയാണ്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ വൈജയന്തി ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അന്നേരം വലിയച്ഛൻ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞോ നിൻ്റെ തിരക്കൊക്കെ. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് കഴിഞ്ഞു, കുറേ ആയില്ലേ ലീവ് എടുത്തിട്ട്, അപ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗംഗാടൻ എന്താ ഒരു മുന്നറിയിപ്പില്ലാണ്ട് വന്നത്. എന്നിട്ട് ഗംഗാടൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് വരാൻ ആരെങ്കിലും അനുവാദം ചോദിക്കണോ, ആരോടെങ്കിലും പറയണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് രഞ്ജു എനിക്കും കൂടി ഒരു ചായ എന്ന് പറഞ്ഞിട്ട് അവളെ അടുക്കളയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗംഗാടൻ ചോദിക്കുന്നുണ്ട് ബബ്ദിയും കൃഷ്ണയും രോഹിതും നീ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവും എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അവർക്ക് എന്ത് പ്രശ്നം, അവരെ ഊരുതണ്ടി നടക്കുമല്ലേ, അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്ന അച്ഛനെ മതി അവർക്ക്. അന്നേരം ഗംഗാടൻ പറയുന്നുണ്ട് അവർക്ക് പറയാനുള്ള എന്താണെന്ന് ഇടയ്ക്കെങ്കിലും നീ ഒന്ന് ചെവി കൊടുക്ക്, അവർക്കും അവരുടേതായ റീസണിങ് കാണും. അന്നേരം വൈജയന്തി പറയും അവർക്ക് എന്ത് റീസണിങ് ഗംഗേട്ടാ, ഇത്രനാളും ബാലേന്ദ്രൻ്റെ സന്തതിയിൽ നിന്നാണെന്നല്ലോ പറച്ചിൽ, ഇപ്പോൾ എല്ലാം തെളിഞ്ഞപ്പോൾ ഒന്നും ആർക്കും പറയാനില്ലേ, നിങ്ങളും കൂടി ഉണ്ടായിരുന്നില്ല എല്ലാവരും കൂട്ടിനി, ബാലേന്ദ്രൻ പറയുന്നത് കണക്കെ നിങ്ങളെല്ലാവരും കേട്ടില്ലേ, എന്നെയും അവിടെ തടങ്കലെടുക്കാൻ നിങ്ങളും കൂട്ടുനിന്നില്ലേ എന്നൊക്കെ പറയാണ്. അന്നേരം മനു എണീറ്റ് വരുന്നുണ്ട് കേട്ടോ, ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ട്.
നമ്മൾ എന്ത് ചെയ്തു എന്ന് ആൻറ്റി പറയുന്നത്, ബാലചന്ദ്രൻ അങ്കിളിന് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അറിയൂ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, നിന്നോട് ഞാൻ സംസാരിച്ചോ, ഞാൻ ഗംഗേട്ടനോടല്ലേ സംസാരിച്ചതെന്ന് പറയണം. അന്നേരം കമലടുത്ത് വരുവാണ്. എന്നിട്ട് പറയാണ്, നീ എന്തിനാണ് ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറുന്നേ എന്ന് പറയണം. അന്നേരം മനു പറയുന്നുണ്ട്, ഞാനില്ല നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞിട്ട് പിണങ്ങി പോവാട്ടോ. അന്നേരം ഗംഗേട്ടൻ നൈസിൽ മുങ്ങാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ അവനെ പിണക്കിയത്, അവൻ പോയില്ലേ, ഞാൻ പോയിട്ടോ അവനെ ഒന്ന് സമാധാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഇടയിൽ നിന്ന് ഗംഗേട്ടൻ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കമല വൈജിയോട് പറയുന്നുണ്ട്, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ തൂക്കിലേറ്റാനേ ഇവർ ശ്രമിക്കൂ ഇവിടുത്തെ ആണുങ്ങളെന്ന് പറയാണ്. അന്നേരം വൈജ പറയാണ്, അത് സത്യമാണ്, ഗംഗേട്ടൻ ഇവിടുന്ന് മുങ്ങിയതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അങ്ങനെ ഗംഗേട്ടൻ അമ്മയെ കാണാൻ പോകും കേട്ടോ. പോകുന്ന സമയത്ത് അമ്മ നല്ല ഉറക്കം, അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഉണർന്നപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞു നീ വന്നതിൻ്റെ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് സുഖമല്ലേന്ന്. അന്നേരം അമ്മ പറയുന്നുണ്ട്, ശിവൻ ഇവിടെ ഇല്ലതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെയെന്ന്. അന്നേരം അമ്മ പറയുന്നുണ്ട്, കമലയുടെ പട്ടാള ഭരണമല്ലേ, തന്നത് കഴിക്കുക, അടച്ച് മിണ്ടാതിരിക്കുക, ദിവസം മുഴുവൻ കിടന്നുറങ്ങുക. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, പട്ടാളത്തിൽ ഇങ്ങനെയൊന്നല്ല, ഡിസിപ്ലിനേ ഉള്ളൂ, ഓർഡർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയണം. അന്നേരം അമ്മ പറയാണ്, ഇവിടെ കമല ഓർഡർ ചെയ്യുകയല്ലേ ചെയ്യുക, ഇപ്പോൾ കുറച്ച് ശിവന് മാറ്റങ്ങളുണ്ട്, വേണമെന്ന് വെച്ചാൽ കമലയെ നിലക്ക് നിർത്താനും ശിവൻ പഠിച്ചു എന്ന് പറയാണ്. ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ സംഭവിച്ചു എന്ന് പറയണം. അന്നേരം അമ്മ പറയുന്നുണ്ട്, അണ തെറ്റിയാൽ ചേരയും തിരിഞ്ഞു കടിക്കൂലേ എന്ന് പറയാണ്. എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ മോനെ പെട്ടെന്ന് വന്നത്, ആരും നീ വരുന്ന കാര്യം പറഞ്ഞൊന്നുമില്ലല്ലോ എന്ന് പറയണം. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ആരോടും പറഞ്ഞില്ല, എനിക്ക് വരണം തോന്നി, ഞാൻ കാറെടുത്ത് ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയാണ്. ചുമ്മാതെ നീ അങ്ങനെ ഇങ്ങോട്ട് വരത്തൊന്നുമില്ല എന്ന് എനിക്കറിയാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, നീ ഇവിടെ ഇരിക്കടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഇന്നലെ കൂണൂരേക്ക് എന്നെ കാണാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. അന്നേരം അമ്മ പറയുന്നുണ്ട്, എന്തിനാ അവൻ അങ്ങോട്ട് വന്നതെന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറയണം. അന്നേരം അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞു അപ്പോൾ. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ ഉദ്ദേശം വേറെയാ, ബാലചന്ദ്രൻ ഇപ്പോൾ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ച് നടക്കുക, ആ പഴയ സ്റ്റാൻലി ജോസഫ് പണ്ടൊരിക്കൽ അവനിവിടെ വന്നിരുന്നില്ലേ എന്ന് പറയണം. അന്നേരം അമ്മ പറയുന്നുണ്ട്, അന്ന് ഞാൻ കണ്ടില്ല, അന്നേരം വൈജ ഡെലിവറി കഴിഞ്ഞ് അവിടെ ആയിരുന്നില്ലേ എന്നൊക്കെ പറയാണ്. എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ അഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് പറയണം. അന്നേരം അമ്മ പറയാണ്, നീ എന്തിനാ കൊടുത്തേ, അങ്ങനെ കൊടുക്കണ്ടായിരുന്നല്ലോ പറയാണ്. കൊടുക്കാതിരുന്നാൽ അവൻ വഴക്കുണ്ടാക്കും, ഇന്നോ നാളെയോ ആയിട്ട് സ്റ്റാൻലി അവൻ കണ്ടെത്തും എന്ന് പറയാണ്. അന്നേരം അമ്മ ചോദിക്കുന്നുണ്ട്, അവൻ എന്തിനാ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്ന് പറയണം. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, അലീനയെ അവനെ ഏൽപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും വൈജയന്തി അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാണ്. അന്നേരം അമ്മ പറയുന്നുണ്ട്, അവളെങ്ങനെ അറിയാനാ. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അറിയാൻ ചാൻസ് ഉണ്ട്, അലീന പോവാൻ സാധ്യതയുള്ള സ്ഥലം അയാളുടെ മക്കൾ അറിയാൻ സാധ്യതയില്ലേ, അയാളുടെ മക്കൾ വൈജയന്തിയെ വിളിക്കൂലേ, ഇനിയിപ്പോൾ ബാലേന്ദ്രൻ എവിടെയാണ് അലീന കൊണ്ടുവിട്ടേന്ന് വൈജയന്തി അന്വേഷിക്കില്ലേ, എങ്ങനെയായാലും വൈജ അറിയുമെന്ന് പറയാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അമ്മ പറയാണ്, അത് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറയണം. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, വൈജയെ കടപ്പാട്ട് തന്നെ കൊണ്ടുവിടുക, അലീനയെ അവിടെ തന്നെ നിർത്തുക, അത്രേ ഇപ്പോൾ പറ്റൂ എന്ന് പറയണം. അന്നേരം അമ്മ പറയുന്നുണ്ട്, അതെന്തായാലും ചെയ്യാൻ പറ്റില്ല, അവളെന്തായാലും സമ്മതിക്കില്ല എന്ന് പറയണം. അങ്ങനെ ഗംഗേട്ടനും മനു പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അലീന ആരുടെ മകളാണെന്ന് അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല അല്ലേ. അന്നേരം മനു പറയുന്നുണ്ട്, ഇല്ല, ഇതുവരെ ആയിട്ടും അറിഞ്ഞില്ല, അവിടെ കൃഷ്ണബുക്ക് മാത്രമേ സത്യം അറിയുമെന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ്റെ മകളല്ല അലീന എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് പറയാണ്. അന്നേരം മനു പറയുന്നുണ്ട്, അതൊക്കെ ഭീകരമായിരുന്നു എന്നൊക്കെ, അതിൻ്റെ ആഫ്റ്റർ എഫക്ഷനാണ് വെളിച്ചം വന്നപ്പോൾ കണ്ടതെന്ന് പറയാണ്. അത് കഴിഞ്ഞാൽ മനുവിൻ്റെ അച്ഛൻ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ആരോടും ചോദിക്കാനും പറയാനും നിന്നില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു, നേരിട്ട് സംസാരിക്കാനും ഉള്ളതാണ്, ഫോണിൽ സംസാരിക്കാനുള്ളതല്ല എന്ന് പറയാണ്. അന്നേരം ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, അതിന് ഞാനതൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയാണ്. അന്നേരം ഗംഗേട്ടൻ പറഞ്ഞു, ഞാൻ എന്തിനു വന്നു, എപ്പോൾ വന്നു, എന്തിനു ചോദിക്കാതെ പറയാതെ വന്നു എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറയാണ്. എന്നിട്ട് ശിവൻ ചോദിക്കുന്നുണ്ട്, എന്താ ഗംഗേട്ട പ്രശ്നമാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്.